ഫോട്ടോ സ്റ്റുഡിയോ ലൈറ്റ്, അല്ലെങ്കിൽ വീഡിയോ സൈൻ ലൈറ്റ്, അല്ലെങ്കിൽ വീഡിയോ സൈൻ അംബ്രല്ല ലൈറ്റ്, അല്ലെങ്കിൽ ഫോട്ടോ വീഡിയോ ഹലേജൻ ലൈറ്റ് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സ്റ്റുഡിയോ ലൈറ്റിനെ കുറിച്ചിട്ടുള്ള അൺബോക്സിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഈ അൺബോക്സിംഗ് വീഡിയോ ചെയ്യാൻ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് വരുന്നത്. ഞാൻ സാധാരണഗതിയിൽ അൺബോക്സിംഗ് വീഡിയോ ഒന്നും തന്നെ ചെയ്യാറില്ല. അപ്പോൾ ഈ അൺബോക്സിംഗ് വീഡിയോ ചെയ്യാൻ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് വരുന്നത്. അത് ഞാനിവിടെ സൂചിപ്പിക്കാം. അപ്പോൾ ഈ അൺബോക്സിംഗ് വീഡിയോ ചെയ്യാനുള്ള ആദ്യത്തെ കാരണം എന്നത് നമ്മുടെ വീഡിയോ കാണുന്ന പല പ്രേക്ഷകരും കമൻറ്റ് രൂപത്തിലും അതുപോലെ തന്നെ നേരിലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിൽ നല്ല രീതിയിൽ വെളിച്ചക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്, താങ്കൾക്ക് വെളിച്ചക്കുറവ് ഒന്ന് പരിഹരിച്ചുകൂടെ എന്നൊരു പരാതി പലപ്പോഴും പല ആളുകളും പല അവസരത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു പരാതി ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു പരാതി ഞാൻ സ്വീകരിച്ചത് കൊണ്ട് തന്നെ ഇനിയുള്ള വീഡിയോസ് അത് വെളിച്ചക്കുറവില്ലാതെ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ലൈറ്റ് വാങ്ങിയിട്ടുണ്ട്. ആ ഒരു ലൈറ്റ് അവർക്ക് കൂടി ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നതാണ് ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്തെ കാരണം അത് ഞാനിവിടെ സൂചിപ്പിക്കാം. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആളുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ലൈറ്റിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്കത് ഉപകാരപ്പെടും എന്നതിൽ യാതൊരുവിധ സംശയം വരുന്നില്ല. ഇനി ഭാവിയിൽ സോഷ്യൽ മാധ്യമങ്ങളിൽ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഈ ഒരു ലൈറ്റിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്കും അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്നതിൽ സംശയം വരുന്നില്ല. ഈ ഒരു ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിന് ചില ദോഷങ്ങളും അതുപോലെ തന്നെ ചില ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ ഗുണദോഷങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ലൈറ്റ് തിരഞ്ഞെടുക്കുവാൻ. അപ്പോൾ ഈ അൺബോക്സിംഗ് വീഡിയോയിൽ ഈ ഒരു ലൈറ്റിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ ചില ദോഷഫലങ്ങളും ഞാനിവിടെ കൃത്യമായിട്ട് സൂചിപ്പിക്കാം. അപ്പോൾ ഇനി നമുക്ക് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് വിശദമായി കടക്കാം. ഹായ് ഫ്രണ്ട്സ്, ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗാമ റേസ്. ഈ ഒരു ലൈറ്റ് 1700 രൂപക്ക് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ആ ഒരു ബോക്സ് പൊട്ടിക്കുന്നത് മുതൽ ആ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ട് ലൈറ്റ് കത്തിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ആമസോൺ കമ്പനിയിൽ നിന്ന് ആ ഒരു ലൈറ്റ് കിട്ടിയതിന് ശേഷം അന്ന് രാത്രി ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഞാൻ വീഡിയോയിൽ ശബ്ദം കൊടുത്തിരുന്നില്ല. ശബ്ദം പിന്നീട് 2 മാസങ്ങൾക്ക് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു ശബ്ദം കൊടുത്തത്. ആമസോൺ കമ്പനി ഈ ഒരു ലൈറ്റ് പാക്ക് ചെയ്തിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെയാണ്. നമുക്ക് യാതൊരു തരത്തിലും ഒരു നെഗറ്റീവ് വശം ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു ബോക്സിനകത്ത് വരുന്നത് ഒരു വീഡിയോ സൈൻ ലൈറ്റ്, ഒരു ഹലേജൻ ലൈറ്റ്, അതുകൂടാതെ ഒരു സ്റ്റാൻഡ്, ഒരു ബാഗ്, പിന്നെ വെയിറ്റ് അംബ്രല്ല എന്നീ സാധനങ്ങളാണ് ഈ ഒരു ബോക്സിനകത്ത് വരുന്നത്. ഇതിങ്ങനെ പറയാൻ കാരണം നമ്മൾ ആമസോൺ കമ്പനിയുടെ ആ ഒരു പരസ്യത്തിൽ ഇത്രയും സാധനങ്ങൾ അവർ പരസ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വസ്തുക്കൾ ഇനി നമുക്ക് കിട്ടുന്നുണ്ടോ എന്നറിയണമെങ്കിൽ നമുക്ക് ഈ ബോക്സ് തുറന്ന് തന്നെ നോക്കേണ്ടി വരും. നമ്മൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയത് അതേ ബോക്സിൻ്റെ അതേ രൂപത്തിൽ മറ്റൊരു കാർട്ടൂണ്, അത് മടക്കി വെച്ച രൂപത്തിലാണ് നമുക്ക് ആദ്യം കിട്ടിയത്. ഇത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ഈ ഒരു ബോക്സിനകത്ത് വന്നിട്ടുള്ള ആ ഒരു മെറ്റീരിയൽസിന് കേടുപാട് കൂടാതെ കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വിദ്യയാണിത്. നമ്മൾ കാടമുട്ടൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ പാക്കറ്റിൽ ഒരുപാട് കടലാസിൻ്റെ കഷ്ണങ്ങൾ വെട്ടി നുറുക്കിയ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേ ഉദ്ദേശം തന്നെയാണ് ഇവരും ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് ആ ഒരു സ്പേസുള്ള ഭാഗത്ത് ഒരു കാർട്ടൂൺ മടക്കി വെച്ചത് ഒരിക്കലും നെഗറ്റീവ് വശമായിട്ട് കാണരുത്. അത് ആ ഒരു ബോക്സിനകത്ത് വന്നിട്ടുള്ള മെറ്റീരിയൽസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് കേടുപാട് കൂടാതെ കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ട് അത് നമുക്ക് കണക്കുകൂട്ടാം.
നമ്മളിപ്പോൾ ആ ഒരു ബോക്സിനകത്ത് നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുള്ളത് ഒരു ബാഗും അതുപോലെ തന്നെ ഒരു LED ലൈറ്റിൻ്റെ ബോക്സുമാണ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബാഗും ഈ ചെറിയ LED ബോക്സിൻ്റെ ആ ഒരു ബോക്സും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു ബാഗ് എന്നത് വീഡിയോ സൈൻ ലൈറ്റും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാൻഡും വെയിറ്റ് അംബ്രലയും അതുപോലെ തന്നെ അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മറ്റ് അനുബന്ധ വസ്തുക്കളും അതൊക്കെ കൊണ്ടു നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രാവലിംഗ് ബാഗാണിത്. ഇങ്ങനെയുള്ള ബാഗുകൾ നിങ്ങൾ വീഡിയോ എടുക്കുന്ന ആളുകളുടെ ഇടയിലൊക്കെ പൊതുവെ കാണാറുള്ള ഒന്നായിരിക്കും. നമുക്ക് ഈ ബാഗ് തുറന്നു നോക്കാം. നമുക്ക് സ്റ്റാൻഡും വെയിറ്റ് അംബ്രലയും കിട്ടേണ്ടതുണ്ട്. അത് ഈ ബാഗിനകത്തുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ നമുക്ക് സ്റ്റാൻഡും അതുപോലെ തന്നെ വെയിറ്റ് അംബ്രലയും കിട്ടിയിട്ടുണ്ട്. ഇനി വെയിറ്റ് അംബ്രലയും സ്റ്റാൻഡും വീഡിയോ സൈൻ ലൈറ്റും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ആ ഒരു ഫിറ്റിങ്സ് കൂടി നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതൊരു പക്ഷേ ആ LED ലൈറ്റിൻ്റെ ചിത്രം കൊടുത്തിട്ടുള്ള ആ ഒരു ചെറിയ ബോക്സിനകത്ത് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ആ ചെറിയ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. LED ലൈറ്റിൻ്റെ ചിത്രം കൊടുത്തിട്ടുള്ള ആ ഒരു ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ നമുക്ക് 1000 വാട്ട്സിൻ്റെ ഹാലോജൻ ബൾബും അതുപോലെ തന്നെ സ്റ്റാൻഡും വെയിറ്റ് അംബ്രലയും വീഡിയോ സൈൻ ലൈറ്റും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ആ ഒരു ഫിറ്റിങ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 1700 രൂപയ്ക്ക് ആമസോൺ കമ്പനിയിൽ നിന്ന് വീഡിയോ സൈൻ ലൈറ്റ് വാങ്ങുന്ന സമയത്ത് സ്റ്റാൻഡ്, വെയിറ്റ് അംബ്രല, അതുപോലെ തന്നെ ബാഗ്, അതുകൂടാതെ ഈ സ്റ്റാൻഡും വെയിറ്റ് അംബ്രലയും വീഡിയോ സൈൻ ലൈറ്റും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ആ ഒരു ഫിറ്റിങ്സ്, അതുകൂടാതെ 1000 വാട്ട്സിൻ്റെ ഒരു ഹലോജൻ ബൾബ്, ഇവയെല്ലാം അവർ ചിത്രത്തിൽ കാണിച്ചിരുന്നു. ആ വസ്തുക്കളൊക്കെ നമുക്ക് ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഈ 1000 വാട്ട്സിൻ്റെ ഹലോജൻ ബൾബ് അത് വീഡിയോ സൈൻ ലൈറ്റിലേക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് കിട്ടിയിട്ടുള്ള ഫോട്ടോ സ്റ്റുഡിയോ സൈൻ ലൈറ്റിൻ്റെ ഡോറ് നമ്മൾ തുറക്കുക. അത് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് 2 ലെഗ് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് ഒന്ന് കാണാം, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഒന്ന് കാണാം. ഇത് രണ്ടും ഹോൾഡറാണ്. ഈ ഒരു ഹോൾഡറിലേക്ക് ഇനി ഈ ഹലോജൻ ബൾബാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു ഹലോജൻ ബൾബ് എന്നത് 1000 വാട്ട്സ് ആണ്. അത് നിങ്ങൾക്ക് കവറിന് പുറത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ് എന്നത് വാമാണ്. ഇത് നമുക്ക് വെയിറ്റ് കളറിലും കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് 1000 വാട്ട്സ് ആണ്. നമുക്ക് 500 വാട്ട്സിൻ്റെയും ലഭ്യമാണ്. ഈ 500 വാട്ട്സിൻ്റെ ഹലോജൻ ബൾബും ഇത് സെയിം ഹോൾഡറിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ബൾബിൻ്റെ കവർ തുറന്നിട്ട് നമുക്ക് ഈ ഒരു ഹോൾഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഹലോജൻ ബൾബ് ഇതിൻ്റെ ഹോൾഡറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനു മുൻപ് നിങ്ങൾ 2 കാര്യം ശ്രദ്ധിക്കുക. ഈ ബൾബിൻ്റെ 2 അറ്റത്തും ഫ്ലാറ്റ് രൂപത്തിലാണ് വന്നിട്ടുള്ളത്, ഈ ഭാഗത്തും ഈ ഭാഗത്തും. അതുപോലെ തന്നെ ഈ ബൾബിൻ്റെ 2 അറ്റത്തും ഒരു കുഴി കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് നിങ്ങൾക്കത് കാണാൻ സാധിക്കും, ഇനി ഈ ഭാഗത്തും കാണാൻ സാധിക്കും. അപ്പോൾ ഈ കുഴി വരുന്ന ഭാഗമാണ് ഈ ഒരു ലെഗിലേക്ക് ഇറക്കി കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഭാഗത്താണ് നമ്മുടെ വിരല് ഉപയോഗിച്ചിട്ട് ബൾബ് ഇട്ട് കൊടുക്കേണ്ടതും അതുപോലെ തന്നെ അഴിച്ചെടുക്കേണ്ടതും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ ഒരു ബൾബ് ഹോൾഡറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലെ 2 വിരൽ ഉപയോഗിച്ചിട്ട് ഈ ബൾബിൻ്റെ ഈ ഭാഗം പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം
ഈ ഹോൾഡറിന്റെ ലെഗിലേക്ക് ആ കുഴി വരുന്ന ഭാഗം ഇറക്കി കൊടുക്കുന്നു. ഇനി റൈറ്റ് ഹാൻഡിലെ 2 വിരൽ ഉപയോഗിച്ചിട്ട് ഈ ഭാഗത്താണ് പിടിക്കുന്നത്. അത് പിടിച്ചിട്ട് ഇങ്ങോട്ട് തള്ളി കൊടുക്കണം. ഇങ്ങോട്ട് തള്ളി കൊടുക്കുന്ന സമയത്ത് ആ കുഴി വരുന്ന ഭാഗം ഈ ലെഗിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ബൾബ് ഇടാൻ സാധിക്കും. ഈ ഒരു ഹോൾഡറിലേക്ക് നമ്മളിപ്പോൾ ഇട്ട ആ ഒരു ബൾബ് അത് കറക്റ്റ് തന്നെയാണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ ഈ ഒരു ബൾബ് ജസ്റ്റ് ഇതുപോലെ തിരിച്ചു നോക്കുക. 2 ഹോൾഡറിലേക്കും കറക്റ്റായിട്ട് ബൾബ് കയറിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ബൾബ് ഇതുപോലെ തിരിയുന്ന ആ ഒരു അവസ്ഥ വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ബൾബ് തിരിയില്ല. ഒരു പക്ഷെ ഈ ഒരു ഹോൾഡറിലേക്ക് കയറിയിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഹോൾഡറിന്റെ ആ ഒരു ലെഗ് വരുന്ന ഭാഗം അതിന്റെ കുഴി വരുന്ന ഭാഗത്ത് കറക്റ്റ് കയറാതെ പുറത്തേക്ക് കയറുന്ന ആ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ ബൾബ് ഇങ്ങനെ ജസ്റ്റ് തിരിക്കുന്ന സമയത്ത് വളരെയധികം ടൈറ്റ് വരുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ തിരിക്കാൻ നിൽക്കരുത്. അങ്ങനെ തിരിക്കുന്ന സമയത്ത് ബൾബ് നമ്മുടെ കയ്യിലിരുന്നത് പൊട്ടും. അപ്പൊ അത് കുപ്പിച്ചിൽ കയറിയിട്ട് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു ഭാഗത്തായിരിക്കും ഒരു പക്ഷെ കയറാത്ത ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൈ വെച്ചിട്ട് ഇത് ഇങ്ങനെ പുറകോട്ട് നീക്കുക. അങ്ങനെ നീക്കുന്ന സമയത്ത് ഈ ഭാഗം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ വീണ്ടും നമുക്ക് ആ ഒരു ലെഗ് വരുന്ന ഭാഗം ആ കുഴി വരുന്ന ഭാഗത്ത് കറക്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ സാധിക്കും. ഇനി ഈ ഒരു ബൾബ് എങ്ങനെയാണ് അഴിച്ചെടുക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇങ്ങോട്ട് തള്ളിയിട്ടാണ് ഈ ഒരു ബൾബ് ഇട്ടത്. അതുപോലെ തന്നെ നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ അഴിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബൾബ് ഇനി ഇങ്ങോട്ട് തള്ളിയിട്ട് ഇട്ട് കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു ബൾബ് നമുക്ക് 2 സൈഡിലേക്കും തള്ളിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പ്ലഗ് 3 പിൻ സോക്കറ്റിൽ കണക്ട് ചെയ്തിട്ട് അതിന്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇതിന്റെ സ്വിച്ചും കൂടി ഓൺ ചെയ്തിട്ട് നമുക്ക് ലൈറ്റ് കത്തിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ബൾബ് ഇട്ട് കൊടുത്തത് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. അടിയിൽ ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്തിട്ട് കത്തിച്ച് നോക്കാം. ഇനി നിങ്ങൾ കല്യാണത്തിന് വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇതുപോലുള്ള ഒരു ലൈറ്റ് അവരുടെ കയ്യിൽ കാണും. എന്നിട്ട് ഈ ഒരു ലൈറ്റ് കത്തിച്ചതിന് ശേഷം അവർ അവിടെ ചെയ്യാറുള്ളത് ഓപ്പോസിറ്റായിട്ട് ഒരു തെർമോക്കോളിൻ്റെ പീസ് അവരവിടെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ തെർമോക്കോളിൻ്റെ പീസുമേ ഈ ഒരു പ്രകാശം തട്ടിയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള പ്രകാശം ഉപയോഗിച്ചിട്ടാണ് വീഡിയോ എടുക്കാറ്. അപ്പോൾ ഇവിടെ നമുക്ക് ആമസോൺ കമ്പനി ആ തെർമോക്കോളിന് പകരം നമുക്കൊരു വെയിറ്റ് അംബ്രല തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് അംബ്രലയും ഈ ഒരു ലൈറ്റും സ്റ്റാൻഡിൽ ഘടിപ്പിച്ചിട്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ വീഡിയോസ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ലൈറ്റും ഈ ഒരു വെയിറ്റ് അംബ്രലയും നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സ്റ്റാൻഡിൽ ഘടിപ്പിച്ചിട്ട് എങ്ങനെയാണ് വീഡിയോസ് എടുക്കുന്നത് എന്ന് കാണിച്ചു തരാം.
നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സ്റ്റാൻഡാണിത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൽ 3 ലോക്കിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ലോക്കിങ് എന്നത് നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് നിവർത്താൻ വേണ്ടിയിട്ട് ആദ്യം ഫ്ലോർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ഫ്ലോർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാനുള്ളതാണ് ഈ ആദ്യത്തെ ലോക്കിങ്. ഇനി രണ്ടാമത്തെ ലോക്കിങ് എന്നത് നമുക്ക് ഹൈറ്റ് കൂട്ടാനും കുറക്കാനും അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി മൂന്നാമത്തെ ലോക്കിങ് എന്നത് ഹൈറ്റ് കൂട്ടാനും കുറക്കാനും തന്നെയാണ് അതും വരുന്നത്. അതും ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഹൈറ്റ് കണക്കാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ലോക്ക് ചെയ്യാം. അപ്പൊ ഇനി ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് ഇതുപോലെ നിലത്ത് വെക്കാം. ഇനി ഇതിന്റെ കൂടെ കിട്ടിയ ഒരു ഫിറ്റിങ്സ് ആണിത്. ഇത് പരിചയപ്പെടുത്തി തരാം. ഇതിന്റെ ഈ ഭാഗത്തും നിങ്ങൾക്ക് 3 ലോക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ഈ ഒരു ഭാഗം നമ്മുടെ സ്റ്റാൻഡിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത്, അതായത് സ്റ്റാൻഡിലേക്ക് ഈ ഒരു ഭാഗം ഇറക്കി വെക്കണം. അതിനുശേഷം നമുക്കിങ്ങനെ ലോക്ക് ചെയ്യാം. ഇനി ഈ ഒരു ഭാഗം വരുന്നത്, ഇത് നമുക്ക് നമ്മുടെ ലൈറ്റ് പൊക്കാനും താഴ്ത്താനും അതിനുശേഷം നമുക്കിത് ലോക്ക് ചെയ്യാൻ, അതിനാണ് ഈ ഭാഗം വരുന്നത്. ഇനി ഈ ഒരു ഭാഗം എന്നത് നമ്മുടെ വെയിറ്റ് അംബ്രല, അത് ഇതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ആ ഒരു അംബ്രല നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത്. ഈ ഒരു ഭാഗം എന്നത് നമ്മുടെ ലൈറ്റ് ഇതിലേക്കാണ് ഇറക്കി വെക്കേണ്ടത്. അപ്പൊ നമ്മുടെ വെയിറ്റ് അംബ്രലയും സ്റ്റാൻഡും ലൈറ്റും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ആ ഒരു ഫിറ്റിങ്സ് ആണ് ഇത്. അപ്പൊ ഇത് എങ്ങനെയാണ് സ്റ്റാൻഡിൽ ഘടിപ്പിക്കേണ്ടത് എന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ഫിറ്റിങ്സ് നമ്മൾ സ്റ്റാൻഡിൽ ഘടിപ്പിക്കുന്നതിന് മുൻപ് മറ്റൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. നമ്മളിവിടെ ബൾബൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു ലൈറ്റ്, അതിൻ്റെ അടിയിലും ഇവിടെ ഒരു ലോക്കിങ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ലോക്ക് ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു ഭാഗം ലോക്ക് ചെയ്യാനാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ക്ലോസ് ആയിട്ട് കാണാൻ സാധിക്കും. ഈ ഭാഗം മാത്രമാണ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ഭാഗം ടൈറ്റ് ചെയ്യുക. ഇനി ഈ ഒരു ഭാഗമാണ് നമ്മുടെ സ്റ്റാൻഡിലേക്ക് കൊടുക്കേണ്ടത്. ഇവിടെയാണ് അംബ്രല വരുന്നത്. അപ്പൊ ഇനി നമുക്ക് സ്റ്റാൻഡിൽ ഘടിപ്പിക്കാം. അപ്പൊ ഇതാണ് സ്റ്റാൻഡിന്റെ ഏറ്റവും മുകളിൽ വന്നിട്ടുള്ള ഭാഗം. അതിലേക്ക് ഈ ഒരു കുഴി വരുന്ന ഭാഗം ഇങ്ങനെ ഇറക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ടൈറ്റ് ചെയ്യാം. ഈ ഒരു ലൈറ്റ് കൊടുത്തപ്പോൾ ഇതിനൊരു ബാലൻസ് ഇല്ല. അപ്പോൾ ആ ബാലൻസ് നമുക്ക് ശരിയാക്കണമെങ്കിൽ ഇത് ടൈറ്റ് ചെയ്താൽ മതി. ഈ സെൻറ്റർ ഭാഗം, ഈ ഒരു ഭാഗം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് എങ്ങനെ വേണമെങ്കിലും തിരിക്കാം. ഞാൻ സ്റ്റാൻഡ് ഒന്ന് താഴ്ത്തി വെച്ചിട്ട് കാണിച്ചു തരാം. ഈ ഒരു സ്റ്റാൻഡ് 6 അടി ഉയരം വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് കാണാൻ സാധിക്കും. ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മുടെ വെയിറ്റ് അംബ്രല കൊടുക്കേണ്ടത്. അപ്പൊ അംബ്രല കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഈ ഒരു നെറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ അത് കൊടുത്ത് കാണിച്ചു തരാം. ആ നെറ്റ് ലൂസാക്കിയ ശേഷം അംബ്രല ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. അതിനുശേഷം ഈ നെറ്റ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അംബ്രല കറക്റ്റ് ആയിരിക്കും. ഈ ഒരു അംബ്രല ഇതേ രീതിയിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് നമ്മൾ മാക്സിമം അടുപ്പിച്ച് വെക്കുമ്പോൾ ലൈറ്റിൻ്റെ ചൂട് കാരണം അംബ്രല പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്ന അവസ്ഥ വരും. നമുക്കിങ്ങനെ അടുപ്പിച്ച്
മാക്സിമം വെക്കാനൊക്കെ സാധിക്കും. പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ ലൈറ്റിൻ്റെ ചൂട് കാരണം ഈ ഒരു ഭാഗമൊക്കെ കംപ്ലൈൻറ്റ് വരുന്ന അവസ്ഥയായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇത് മാക്സിമം ഡിസ്റ്റൻസിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ഈ ഒരു അംബ്രല്ല അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഈ ഒരു ഭാഗം വരുന്നത്. സ്റ്റാൻഡ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇത് വരുന്നത്. അതായത് സ്റ്റാൻഡിന്മേ നമ്മൾ ഈ ഒരു സെറ്റിങ്സ് ഇറക്കി വെച്ചതിന് ശേഷം അത് ടൈറ്റ് ചെയ്യാനാണ് ഇത് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗം എന്നത് നമ്മുടെ ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ലൈറ്റ് അതിൻ്റെ ഈ ഒരു പ്ലഗ് കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു ലൈറ്റ് താഴെ കാണുന്ന ആ ഒരു എക്സ്റ്റൻഷൻ ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ട് ലൈറ്റ് കത്തിച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു എക്സ്റ്റൻഷൻ ബോർഡിലേക്ക് നമ്മുടെ ഈ ലൈറ്റിൻ്റെ പ്ലഗ് നമുക്ക് കണക്ട് ചെയ്യാം. ഈ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ ബോർഡിൽ വന്നിട്ടുള്ള ഈ ഒരു സ്വിച്ച് നമുക്ക് ആദ്യം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു പ്ലഗ് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ സ്വിച്ച് കൂടി ഓൺ ചെയ്യാം. എങ്കിലാണ് ഈ ഒരു ലൈറ്റ് കത്തുകയുള്ളൂ. ഇപ്പോൾ ഈ ഒരു ലൈറ്റ് നല്ല രീതിയിൽ പ്രകാശിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ലോക്ക് ഉപയോഗിച്ചിട്ട് ലൈറ്റ് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു ഭാഗം ഉപയോഗിച്ചിട്ട് ഈ ഒരു ലൈറ്റിൻ്റെ പൊസിഷൻ അത് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ വെയിറ്റ് അംബ്രല്ല അത് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഈ ലോക്ക് ഉപയോഗിക്കാം. ഈ ഒരു ലോക്ക് നമ്മൾ ലൂസാക്കിയതിനു ശേഷം അതിൻ്റെ ആ ഒരു കാല് നമുക്ക് കറക്റ്റ് രീതിയിൽ വെച്ചിട്ട് ഇത് വീണ്ടും ലോക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ അംബ്രല നമ്മൾ മാക്സിമം അകലെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് നമ്മൾ അംബ്രല ലൈറ്റിനോട് ചേർന്ന് വെക്കുമ്പോൾ ലൈറ്റിന് നല്ല രീതിയിൽ ചൂട് വരുന്നുണ്ട്. അത് കാരണം അംബ്രല കംപ്ലൈൻറ്റ് വരാൻ കാരണമായി തീരും. അപ്പോൾ അംബ്രല മാക്സിമം ഡിസ്റ്റൻസിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. പിന്നെ ഈ അംബ്രല നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ലോക്ക് ഉപയോഗിക്കുമ്പോൾ അത് ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്. അങ്ങനെ ഓവറായിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഈ അംബ്രലയുടെ ആ ഒരു കാലിൻ്റെ ഭാഗം അത് ഞെളുങ്ങി പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ ഹൈറ്റ് 6 അടിയിൽ കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ സ്റ്റാൻഡിൽ വന്നിട്ടുള്ള ആ 3 ലോക്ക് ഉപയോഗിച്ചിട്ട് 6 അടിയിൽ കൂടുതൽ ഹൈറ്റ് നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും.